ഫസ്റ്റ് സ്റ്റെപ്പ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ 14 ചോദ്യവാക്കുകളും അതിൻ്റെ ഏകദേശമായ അർത്ഥതലങ്ങളും ചർച്ച ചെയ്തെങ്കിൽ ഈ ക്ലാസ്സിലൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എങ്ങനെയാണ് ഒരു ചോദ്യം രൂപപ്പെടുന്നത് എന്ന്. എന്താണ് അതിൻ്റെ ശരിയായ രൂപം കാണുക. ഫോർമേഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഹൗ ടു മേക്ക് എ ക്വസ്റ്റ്യൻ and what is the correct order of a question. Why he did come here? Why he came here? 2 ചോദ്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇത് ശരിയായ രൂപമാണോ എന്നാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത്. Are these questions in correct order? ഇല്ല, ശരിയല്ല എന്നാണ് ഉത്തരം. എന്തുകൊണ്ടെന്നാണ് നാം പരിശോധിക്കേണ്ടത്. Why he did come here? Why he came here? Are these questions in correct order? No. അല്ല. എന്തുകൊണ്ടെന്ന് നാം പരിശോധിക്കുകയാണ്. All the questions should have an order so as to get complete meaning. And what is the correct order of a question? Look at the example. He came here to see Mr. Jose. To see Mr. Jose എന്ന ഉത്തരം കിട്ടാൻ ചോദ്യവാക്ക് എന്തിന്, അതായത് why എന്ന് കിട്ടും. ഓക്കെ, ഹി കെയിം ഹിയർ ടു സീ മിസ്റ്റർ ജോസ്. അയാൾ ഇവിടെ എന്തിനു വന്നു എന്നാണ്, റീസൺ ആണ്. എന്തിനു വന്നു എന്ന് ചോദിക്കുമ്പോൾ ചോദ്യവാക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. വൈ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. വൈ എന്തിന്, കാരണം ചോദിക്കാനാണ് വൈ. ദെൻ ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം നിർബന്ധമായും വേണ്ടത് ഓക്സിലറി വെർബ് ആണ്. ഈ സെന്റൻസിൽ ഓക്സിലറി വെർബ് പ്രകടമായി കാണാത്തതിനാൽ നമുക്കറിയാം കെയിം എന്ന സിമ്പിൾ പാസ്റ്റ് വേർബിനെ സ്പ്ലിറ്റ് ചെയ്താൽ കിട്ടുന്ന ഡിഡ് ആണ് അവിടെ ഓക്സിലറി വെർബായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്സിലറി വെർബ് കിട്ടാൻ കം എന്ന വാക്കാണെങ്കിൽ നമുക്ക് അറിയാം അത് സ്പ്ലിറ്റ് ചെയ്താൽ ഡു പ്ലസ് കം എന്നാണ് കിട്ടുന്നത്. കം എന്ന വാക്ക് സ്പ്ലിറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഡു പ്ലസ് കം ആണ്. ഡു അവിടെ ഓക്സിലറി വെർബാണ്. കംസ് എന്ന വാക്കായിരുന്നുവെങ്കിൽ അവിടെ ഡസ് പ്ലസ് കം എന്നാണ് വരിക. ഡസ് ഓക്സിലറി വെർബാണ്. കെയിം V2 ഫോമാണ്. അവിടെ V2 ഫോം പിരിക്കാൻ, സ്പ്ലിറ്റ് ചെയ്യാൻ നമുക്ക് ഡിഡ് ആണ് ഉപയോഗിക്കേണ്ടത്. ഡിഡ് പ്ലസ് കം, ഡിഡ് ഓക്സിലറി വെർബാണ്. ഇത് നാം നേരത്തെ പഠിച്ചതാണ്. തുടർന്ന് വേണ്ടത് സബ്ജക്റ്റ് ആണ്. ആ സെന്റൻസിൽ കൊടുത്തിരിക്കുന്ന സബ്ജക്റ്റ് ഹി ആണ്. ഹി എന്ന സബ്ജക്റ്റിന് ശേഷം പ്രധാന ക്രിയയാണ് പിന്നീട് വേണ്ടത്. ഇവിടെ പ്രധാന ക്രിയ നേരത്തെ ഡിഡ് പ്ലസ് കം എന്ന് പറയുന്ന കം, അവശേഷിക്കുന്ന കം എന്ന വാക്കാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ഒരിക്കലും കെയിം എന്ന വാക്ക് അവിടെ ഉപയോഗിക്കാൻ പാടില്ല. കെയിം എന്ന വാക്ക് സ്പ്ലിറ്റ് ചെയ്ത് കിട്ടുന്ന ഡിഡ് പ്ലസ് കം എന്നതിലെ കം എന്ന വാക്കാണ് പിന്നീട് ഉപയോഗിക്കേണ്ടത്. ഇത്രയും ചെയ്ത് തുടർന്ന് വരുന്ന കാര്യങ്ങൾ കൂടി ചേർത്ത് കഴിഞ്ഞാൽ ശരിയായ ക്വസ്റ്റ്യൻ രൂപപ്പെട്ടുവെന്നു പറയാം. ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞാൽ ഓക്സിലറി വെർബാണ് വേണ്ടത്. അതിനുശേഷം സബ്ജക്റ്റ് ആണ് വേണ്ടത്. തുടർന്ന് മെയിൻ വെർബാണ് വേണ്ടത്. ദെൻ റിമൈനിങ് പാർട്ട് ഓഫ് ദ സെന്റൻസ്, ആ സെന്റൻസിലെ മറ്റ് ഭാഗങ്ങൾ, അവശേഷിക്കുന്ന മറ്റ് ഭാഗങ്ങളാണ് പിന്നീട് വേണ്ടത്. ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. ഏറ്റവും അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് വേണം. ഇതാണ് കറക്റ്റ് ഓർഡർ ഓഫ് എ ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ചോദ്യം കാണുക. നിങ്ങൾക്കായി മറ്റൊരു എക്സാമ്പിൾ നൽകിയിരിക്കുന്നു. ഹി വാസ് ഡ്രൈവിംഗ് ഫാസ്റ്റ്. ഫാസ്റ്റ് എന്ന വാക്ക് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നു. അയാൾ വളരെ വേഗത്തിൽ വണ്ടി ഓടിക്കുകയാണ്. വേഗത്തിൽ എന്ന് ഉത്തരം കിട്ടാൻ നമുക്കറിയാം എങ്ങനെയാണ് അയാൾ വണ്ടി ഓടിക്കുന്നത് എന്നാണ് ചോദിക്കേണ്ടത്. മറ്റേത് ചോദ്യവാക്ക് ചോദിച്ചാലാണ് ഫാസ്റ്റ് എന്ന ഉത്തരം കിട്ടുക? അത് മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഇവിടെ ഹൗ എന്ന വാക്കാണ് വേണ്ടത്. പിന്നെ തൊട്ട് പുറകിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹൗ കഴിഞ്ഞ ഉടനെ തന്നെ വന്നിരിക്കുന്ന വാസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബാണ്. വാസ് എന്ന ഓക്സിലറി വെർബിന് ശേഷം ഹി എന്ന സബ്ജക്റ്റ് ആണ് വന്നിരിക്കുന്നത്. ദെൻ ഡ്രൈവിംഗ് എന്ന് പറയുന്ന മെയിൻ വെർബ്. ഹൗ വാസ് ഹി ഡ്രൈവിംഗ്. ക്വസ്റ്റ്യൻ വേർഡ് ഹൗ, വാസ് ഓക്സിലറി വെർബ്, ഹി സബ്ജക്റ്റ്, ഡ്രൈവിംഗ് മെയിൻ വെർബ്. ഈ രീതിയിൽ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടുന്നത് ഫാസ്റ്റ് എന്നായിരിക്കും ഉത്തരം കിട്ടുക.
ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കുക. ഇതേപോലെ നിങ്ങൾ അവിടെ ഒരുപക്ഷെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആ വാക്ക് ഏതാണ്, വാക്കിന് ഉത്തരം കിട്ടേണ്ട വാക്ക് ഏതാണെന്ന് മനസ്സിലാക്കി നമ്മൾ ചോദ്യങ്ങൾ രൂപപ്പെടുത്തുകയാണ് വേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, ക്വസ്റ്റ്യൻ വേർഡ് ആയിരിക്കണം ആദ്യം, പിന്നീട് ഓക്സിലറി വെർബ് ആയിരിക്കണം, പിന്നീട് സബ്ജക്റ്റ് ആയിരിക്കണം, പിന്നെ മെയിൻ വെർബും അതിനുശേഷം റെസ്റ്റ് ഓഫ് ദ സെൻറ്റൻസ്, ബാക്കി കിടക്കുന്ന കാര്യങ്ങളുമാണ് അതിനകത്ത് ചേർക്കേണ്ടത്. ഓക്കെ, മറ്റൊരു ഉദാഹരണം ശ്രദ്ധിക്കാം. വി കം ടു ദിസ് പ്ലേസ് വൺസ് ഇൻ എ വീക്ക്. നമുക്ക് നേരത്തെ പഠിച്ചിട്ടുണ്ട് വൺസ്, ട്വൈസ്, ത്രൈസ് എന്നൊക്കെ കണ്ടാൽ യാതൊരു സംശയവുമില്ല അവിടെ ഹൗ ഓഫൺ എന്ന ക്വസ്റ്റ്യൻ വേർഡാണ് ഉപയോഗിക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ആ സെൻറ്റൻസിനകത്ത് ഓക്സിലറി വെർബ് ഉണ്ടോ എന്ന് പരിശോധിച്ചാൽ പ്രകടമായി കാണാത്തത് കൊണ്ട് അവിടെ കം എന്ന വേർബിനെ നമുക്ക് പിരിക്കാൻ നമുക്കറിയാം. കം, കം എന്ന വാക്ക് മാത്രമല്ല, ഏത് വാക്കായാലും കം, കംസ്, കെയിം. അതേപോലെ തന്നെ പ്ലേ, പ്ലേസ്, പ്ലേഡ്, റൈറ്റ്, റൈറ്റ്സ്, റോട്ട് എന്നൊക്കെയാണ് പറയുക. അപ്പോൾ അവിടെ കം എന്ന വാക്കിനെ പിരിച്ചാൽ അതാ താഴെ കൊടുത്തിരിക്കുന്നു ഡു പ്ലസ് കം ആണ്. കംസ് ആണെങ്കിൽ അത് ഡസ് പ്ലസ് കം ആയിരുന്നു, കെയിം ആണെങ്കിൽ ഡിഡ് പ്ലസ് കം ആണ്. അപ്പോൾ ഹൗ ഓഫൺ കഴിഞ്ഞ് നമ്മൾ കം എന്ന വാക്കായതുകൊണ്ട് ഡു എന്ന വാക്ക് ഓക്സിലറി ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. പിന്നെ അവിടെ വി എന്നാണ് സബ്ജക്റ്റ്. പക്ഷേ അത് നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ വി എഴുതാൻ പാടില്ലല്ലോ. ഉത്തരം കിട്ടുമ്പോൾ വി എന്നാണെങ്കിൽ അവിടെ നമ്മൾ ചോദ്യം നിങ്ങൾ എന്നാണ്, അപ്പോൾ ഞങ്ങൾ എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ യു എന്ന് മാറ്റിയിട്ട് ഹൗ ഓഫൺ ഡു യു. പിന്നെ വീണ്ടും കം എന്ന മെയിൻ വെർബ് എഴുതിയിരിക്കുന്നു, ടു ദിസ് പ്ലേസ്. അതിൻ്റെ റെസ്റ്റ് ഓഫ് ദ സെൻറ്റൻസ് ആണ്, അവശേഷിക്കുന്ന ഭാഗമാണ്. ഹൗ ഓഫൺ ഡു യു കം ടു ദിസ് പ്ലേസ്? ആൻസർ ഈസ് വി കം ടു ദിസ് പ്ലേസ് വൺസ് ഇൻ എ വീക്ക്. അവിടെ സബ്ജക്റ്റ് താഴെ കൊടുത്തിരിക്കുന്ന സബ്ജക്റ്റ് വി വന്നത് കൊണ്ടാണ് യു ആയി മാറിയത്. അത് ഐ ആണെങ്കിലും യു ആയി മാറും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് താഴെ സബ്ജക്റ്റ് വി യു എന്നും ഐ യു എന്നായി മാറുമെന്ന് പ്രത്യേകം കാണിച്ചിരിക്കുന്നത്. മറ്റൊരു ചോദ്യം ശ്രദ്ധിക്കൂ. ഷീ വിൽ അറൈവ് ഹിയർ അറ്റ് 10 o'clock. അറ്റ് 10 o'clock എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് ഓടിയെത്തണം വാട്ട് ടൈം അല്ലെങ്കിൽ വെൻ. ഈ രണ്ട് രീതിയിലുള്ള ചോദ്യവാക്ക് ഏത് എഴുതിയാലും ശരിയാണ്. വെൻ വിൽ ഷീ അറൈവ് ഹിയർ. കണ്ടില്ലേ, അവിടെ വെൻ എന്ന ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞ ഉടനെ തന്നെ വിൽ എന്ന ഓക്സിലറി വെർബ് ഉപയോഗിച്ചിരിക്കുന്നു, ഷീ എന്ന സബ്ജക്റ്റ് ഉപയോഗിച്ചിരിക്കുന്നു, അതിനുശേഷം അറൈവ് എന്ന് പറയുന്ന വേർബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. റെസ്റ്റ് ഓഫ് ദ സെൻറ്റൻസ് ഹിയർ, ബാക്കിയുള്ളത് ഹിയർ ആണ്. അതിൻ്റെ ആൻസർ വെൻ വിൽ ഷീ അറൈവ് ഹിയർ ഓർ വാട്ട് ടൈം വിൽ ഷീ അറൈവ് ഹിയർ എന്ന ചോദ്യത്തിന് ഉത്തരം അറ്റ് 10 o'clock എന്ന് കിട്ടും. പഠിച്ച് ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നു എന്ന് ധരിക്കട്ടെ. ഇനി ഇംഗ്ലീഷിലെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ് WH ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ വളരെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യരൂപമാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. ചോദ്യം ചോദിച്ചാൽ അതെ അല്ലെങ്കിൽ ഇല്ല എന്ന് ഉത്തരം കിട്ടുന്ന ചോദ്യങ്ങളാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്കറിയാം, ഉദാഹരണങ്ങൾ കാണുക. ഷി വിൽ അറൈവ് ഹിയർ അറ്റ് 10 o'clock. 10 മണിക്ക് എത്തിച്ചേരുമോ എന്ന ചോദ്യമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അവൾ 10 മണിക്ക് എത്തിച്ചേരും എന്നാണ് ചോദ്യം. 10 മണിക്ക് എത്തിച്ചേരുമോ എന്ന് ചോദിക്കുമ്പോൾ നമുക്കവിടെ ക്വസ്റ്റ്യൻ വേർഡല്ല വേണ്ടത്. അവിടെ ആണോ എന്ന് ചോദിക്കാൻ ഇവിടെ സെൻറ്റൻസിലെ വിൽ അഥവാ ഓക്സിലറി വെർബ് കൊണ്ടാണ് ചോദ്യം തുടങ്ങേണ്ടത്. ഒരു കാര്യം മറക്കാതെ ഓർത്തു വെക്കുക. ഒരിക്കൽ കൂടി പറയട്ടെ, ഈ കാര്യം മറക്കാതെ ഓർത്തു വെക്കണം. എല്ലാ യെസ് ഓർ നോ ക്വസ്റ്റ്യനും ആരംഭിക്കുന്നത് ഓക്സിലറി വെർബ് കൊണ്ടാണ്. ശ്രദ്ധിക്കുക, എല്ലാ യെസ് ഓർ നോ ക്വസ്റ്റ്യനും ആരംഭിക്കേണ്ടത് ഓക്സിലറി വെർബ് കൊണ്ട് ആണ്. ഓൾ ദ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് വിൽ ബിഗിൻ വിത്ത് ഓക്സിലറി വെർബ് ഡെഫിനറ്റ്ലി. നിങ്ങൾക്കറിയാം ഹൗ മെനി ഓക്സിലറി വെർബ്സ് ഇൻ ഇംഗ്ലീഷ്. നിങ്ങൾ കൃത്യമായി പഠിച്ചിട്ടുണ്ട് 24 നമ്പേഴ്സ് ഓഫ് ഓക്സിലറി വെർബ്സ് ഇൻ ഇംഗ്ലീഷ്. ബിയുടെ ഫോംസ് ആയ ഈസ്, ആർ, ആം, വാസ്, വേർ, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ്, ഹാഡ്, വിൽ, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, ought to, must, need, dare, used to. ഇതാണ് ഇംഗ്ലീഷിലെ 24 ഓക്സിലറി വെർബുകൾ. ഒരിക്കൽ കൂടി പറഞ്ഞുവെന്ന് മാത്രം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഓക്സിലറി വെർബ് എന്താണെന്നും എത്ര എണ്ണം ഉണ്ടെന്നും നിങ്ങൾ കൃത്യമായിട്ട് അറിയാം. അവിടെ ആൻസർ കൊടുത്തിരിക്കുന്നത് കാണുക. വിൽ ഷീ അറൈവ് ഹിയർ അറ്റ് 10 o'clock. അവിടെ ഓക്സിലറി വെർബ് കൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്. വിൽ ഷീ അറൈവ് ഹിയർ അറ്റ് 10 o'clock. 10 മണിക്ക് എത്തുമോ എന്ന ചോദ്യത്തിന് ഉത്തരം കൊടുത്തിരിക്കുന്നു. യെസ്, ഷീ വിൽ അറൈവ് ഹിയർ അറ്റ് 10 o'clock. നോ എന്നാണെങ്കിൽ ഉത്തരം അത് ഷീ വിൽ നോട്ട് അറൈവ് ഹിയർ അറ്റ് 10 o'clock എന്നാണ്. അവിടെ വിൽ എന്ന ഓക്സിലറി വെർബിനോടൊപ്പം നോട്ട് ചേർത്തിരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം, നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കാൻ ഓക്സിലറി വെർബിനോട് നോട്ട് ചേർത്താൽ അത് നെഗറ്റീവ് സെൻറ്റൻസും ആയി.
അപ്പോൾ ഷീ വിൽ നോട്ട് അറൈവ് ഹിയർ അറ്റ് 10 o'clock. വിൽ നോട്ട് എന്ന വാക്ക് നമുക്ക് വോണ്ട് എന്ന് പറയാം. അതിന് കൺട്രാക്റ്റഡ് ഫോം എന്നാണ് പറയുക. അത് എല്ലാ വാക്കുകൾക്കും, ഇതേപോലുള്ള വാക്കുകൾക്കൊക്കെ തന്നെ അങ്ങനെ കൺട്രാക്റ്റഡ് ഫോം ഉണ്ട്. ഇവിടെ ഷീ വോണ്ട് അറൈവ് ഹിയർ അറ്റ് 10 o'clock എന്ന് പറഞ്ഞാലും ശരി തന്നെയാണ്. കൂടുതൽ ഉദാഹരണങ്ങളിലൂടെ ഇക്കാര്യം നമുക്ക് പഠിക്കാം. ഇറ്റ് ഈസ് സ്നോയിങ് നൗ. അവിടെ ചോദിക്കുന്നു, ഇറ്റ് ഈസ് സ്നോയിങ് നൗ. ഈസ് ഇറ്റ് സ്നോയിങ് നൗ? യെസ്, ഇറ്റ് ഈസ് സ്നോയിങ് നൗ. നോ, ഇറ്റ് ഈസിൻറ്റ്. ഇറ്റ് ഈസിൻറ്റ് സ്നോയിങ് നൗ. അടുത്തത് കാണുക, ഷീ പ്ലേസ് വെൽ. അവിടെ പ്ലേസ് എന്ന വാക്ക് പിരിച്ചപ്പോൾ കിട്ടുന്ന വാക്കാണ് ഡസ്. അതുകൊണ്ട് ഡസ് ഷീ പ്ലേ വെൽ? ഡസ് ഷീ പ്ലേസ് വെൽ എന്ന് പറയാൻ പാടില്ല, ഡസ് ഷീ പ്ലേ വെൽ എന്നേ ചോദിക്കാൻ പാടുള്ളൂ. പ്ലേസ് എന്ന വാക്ക് പിരിച്ചപ്പോൾ ഡസ് പ്ലസ് പ്ലേ കിട്ടി. യെസ്, ഷീ പ്ലേസ് വെൽ. അത് നെഗറ്റീവ് ആക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഓക്സിലറി വെർബിനോട് നോട്ട് ചേർക്കുകയാണ് വേണ്ടത്. ഷീ ഡസൻറ്റ് പ്ലേ വെൽ അല്ലെങ്കിൽ ഡസ് നോട്ട് പ്ലേ വെൽ എന്ന് പറയാം. ഹി ക്യാൻ സ്പീക്ക് ഫ്രഞ്ച് വെൽ. അയാൾക്ക് ഫ്രഞ്ച് നന്നായി സംസാരിക്കാൻ കഴിയുമോ എന്നാണ് നാം ചോദിക്കുന്നത്. അവിടെ ക്യാൻ ആണ് ഓക്സിലറി വെർബ്. ക്യാൻ ഹി സ്പീക്ക് ഫ്രഞ്ച് വെൽ? യെസ്, ഹി ക്യാൻ സ്പീക്ക് ഫ്രഞ്ച് വെൽ. നോ, ഹി കോൺട്ട് സ്പീക്ക് ഫ്രഞ്ച് വെൽ. കനോട്ട് എന്നതിൻ്റെ കൺട്രാക്റ്റഡ് ഫോമാണ് കോൺട്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ പഠിച്ചു എന്ന് തന്നെ മനസ്സിലാക്കട്ടെ. ഇനി നിങ്ങൾ ഈ ടാസ്ക് കൃത്യമായി ചെയ്യുന്നതോടുകൂടി കൃത്യമായും എങ്ങനെയാണ് ഈ ചോദ്യങ്ങളും WH ക്വസ്റ്റ്യനും അതോടൊപ്പം തന്നെ യെസ് ഓർ നോ ക്വസ്റ്റ്യനും എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് പഠിച്ചിരിക്കും. ഓക്കെ.